മകളെ, ജെറുസലം വചനക്കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് നമ്മളെല്ലാവരും ഇതാ തയ്യാറായി കഴിഞ്ഞു. സ്വദേശത്തും വിദേശത്തും അപ്പസ്തോലന്മാരും മിഷണറിമാരും പ്രേക്ഷിതരും ശുശ്രൂഷകരും എല്ലാവരും ഇതാ വചനത്തിലേക്ക് അടുക്കുകയാണ്. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് സഭാപിതാവായിരിക്കുന്ന വിശുദ്ധ ജെറോം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയം തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പ്രത്യേകമായ ഒരു ഭക്തിയും പ്രത്യേകമായ ജ്ഞാനവും അവിടെ നിന്ന് നൽകും. പിതാവ് പറയുന്ന വചനം കേൾക്കണ്ടേ? സുഭാഷിത പുസ്തകം 2:6. കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. ജ്ഞാനം നൽകുന്നത് ദൈവമാണ്, അറിവ് നൽകുന്നത് സൃഷ്ടികളാണ്. ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കാനാണ് വിശുദ്ധനായ ജെറോം നമ്മോട് പറയുന്നത്. ബൈബിൾ വ്യാഖ്യാനിക്കാൻ പ്രത്യേകമായ വരം ലഭിച്ച വ്യക്തികളിൽ ഒരാളാണ് സഭാപിതാവായ വിശുദ്ധ ജെറോം. കുഞ്ഞുനാൾ മുതൽ ഒരു വിശുദ്ധരുടെ ജീവിതം ആകർഷകമായി തോന്നിയിരുന്നു. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിക്കുക, അവരുടെ കബറിടം സന്ദർശിക്കുക, അത് ആനന്ദം കണ്ടെത്തി. ബൈബിളിൽ അധിഷ്ഠിതമായിരിക്കുന്ന പ്രഭാഷണങ്ങൾ വളരെയേറെ ഹൃദയങ്ങളെ സ്പർശിക്കുകയും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും കൈവരാനിടയായിട്ടുണ്ട്. ഒരിക്കൽ രോഗബാധിതനായിരിക്കെ ദൈവം ഒരു അനുഭവം കൊടുത്തു. വിധിയാളനായ യേശു മുന്നിൽ വന്ന് നിന്നു, ചോദിച്ചു, നീ ഒരു ക്രിസ്ത്യാനിയാണോ? ജെറോം പറഞ്ഞു, അതെ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. യേശു പറഞ്ഞു, കളവ് പറഞ്ഞിരിക്കുന്നു. നിന്റെ ഹൃദയം നിറയെ സീസറയും സീസറുടെ ഗ്രന്ഥങ്ങളുമാണല്ലോ ആയിരിക്കുന്നത്. ദൂതന്മാരോട് പറഞ്ഞ് അവനെ പ്രഹരിക്കാൻ ആജ്ഞ കൊടുത്തു. ദൈവദൂതന്മാർ അവനെ പ്രഹരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ ജെറോം ഇങ്ങനൊരു തീരുമാനമെടുത്തു. ഇനി മുതൽ പ്രാപഞ്ചികമായ വിഷയങ്ങളെ വിശകലനം ചെയ്യുന്ന പുസ്തകങ്ങളിൽ വായിക്കുവാനോ വിശകലനം ചെയ്യാനോ ഞാൻ പോകുകയില്ല. ആ ദർശനം അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഉപവാസം, പരിത്യാഗം, പരിഹാരം, മാനസാന്തരം ജീവിതത്തിലേക്ക് വിശുദ്ധനായിരിക്കുന്ന ജെറോം കടന്നു വരാൻ തുടങ്ങി. അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: സ്വർഗത്തിലും ഭൂമിയിലും ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവമേ അങ്ങയെ മാത്രമാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലായിരിക്കേണ്ടത് ഇത് തന്നെയാണ്. യേശു മൂല്യമുള്ളതായി കണ്ടുകൊണ്ട് അവിടുത്തെ മാത്രം അന്വേഷിക്കുന്ന യുവജനങ്ങളും കുടുംബങ്ങളും ഉയർത്തെഴുന്നേൽക്കട്ടെ. ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകന്മാരുണ്ടായിത്തീരട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ജെറോമിനെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയെ വളർന്നു വന്ന ധാരാളം ദൈവമക്കളുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.